കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കനകൂല ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട പേരുകളെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. കോൺഗ്രസിൽ ഇത്തവണ ആ നിലയ്ക്കുള്ളൊരു പ്രൊഫഷണൽ ഏജൻസിയും ഒരു പോൾ എക്സ്പേർട്ടും അദ്ദേഹമായിരിക്കുമോ പ്രധാനപ്പെട്ട പേരുകളൊക്കെ തീരുമാനിക്കുക? ഒരിക്കലുമല്ല. അതിനൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ പേരുകളൊക്കെ അറിയത്തില്ലേ. പിന്നെ അവർക്ക് നമ്മളെ പക്ഷെ കനുകൂലി ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ചില അഡ്വൈസുകളൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടിരിക്കുക. അല്ലാണ്ട് മുഖ്യമന്ത്രി പോകുന്നത് പോലെ PR ഏജൻസിയുടെ പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓരോ പരിപാടി എടുത്ത് നോക്കിയാൽ അതെല്ലാം PR ഏജൻസിയാണ്. ഞങ്ങൾക്കറിയാമല്ലോ ഓരോ സ്ഥലത്ത് ആരാ നിൽക്കേണ്ടത്, ഓരോ പ്രദേശത്തും ആരൊക്കെ നിൽക്കുന്ന കൊള്ളാം. അതൊക്കെ ഇവിടുത്തെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല, അതിനകത്ത് അപ്പോൾ കനകൂലുവിൻ്റെ റോൾ എന്താണ്? കനകൂലു അഡ്വൈസ് ചെയ്യും പല കാര്യങ്ങളിലും ടെക്നിക്കലായിട്ട്. കാരണം ഇന്ന് ഈ സോഷ്യൽ മീഡിയയും മറ്റേതുമൊക്കെ സജീവമാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഉപദേശങ്ങൾ ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള അഡ്വൈസിനെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? കൂടുതൽ യുവാക്കൾ, സ്ത്രീകൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വങ്ങൾ, അതൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണയും കൂടുതൽ ചെറുപ്പക്കാർക്ക് 53 സീറ്റ് ചെറുപ്പക്കാർക്ക്. ചെറുപ്പക്കാർക്ക് എന്നും പാർട്ടിയാണ് അവസരം കൊടുത്തിട്ടുള്ളത്. സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലഘട്ടത്തിലും നല്ല പാർട്ടിസിപ്പേഷൻ കൊടുക്കാറുണ്ട്. ഇത്തവണയും അതുണ്ടാകും. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇന്നീ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ ഓരോരുത്തരും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി ഘടകകക്ഷികളുമായിട്ടാണ് ആദ്യത്തെ സംഭാഷണം. അത് കഴിഞ്ഞിട്ട് വേണം സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ. എന്നിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയ കമ്മിറ്റി ചെയ്യാവുന്ന കാര്യങ്ങളുമായിട്ട്